അസ്സലാമലൈക്കും. ഞങ്ങളുടെ ഉപ്പയാണ് ജോലി കഴിഞ്ഞിട്ട് വരുന്നതിൻ്റെ ഇടയിൽ ആക്സിഡൻ്റ് ആയതാണ്. ഞങ്ങൾക്കിപ്പോൾ യാതൊരു മാർഗമല്ല ഉപ്പാനെ നോക്കാൻ. ഉപ്പ ഞങ്ങളെ കറ്റ വിറ്റിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. ഉപ്പാനെ നോക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കൊരു വീടോ സ്ഥലമോ ഒന്നുമില്ല. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്ത് നോക്കി. പക്ഷെ ഞങ്ങളെ കൊണ്ട് ഇപ്പം നിവർത്തില്ല ഒന്നും കൊണ്ട് നോക്കാൻ. നിങ്ങളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം. ഇതിൻ്റെ ഭർത്താവാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. എനിക്ക് ജീവിക്കാനൊരു വഴിയില്ല, ഇത് കൊണ്ടുവരാനൊരാൾക്കാരും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ സഹായിക്കണം. അസ്സലാമു അലൈക്കും. നമസ്കാരം. ആഷിഫ് മന്ദലാവെന്നാണ്. ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവയിലുള്ള കറുപ്പം വീട്ടിൽ താജുദ്ദീൻ്റെ ഒരു ദയനീയാവസ്ഥ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ പുന്നൂർ പഞ്ചായത്തിലെ 4-ാം കല്ല് അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. 5 മാസങ്ങൾക്ക് മുമ്പ് ആക്സിഡൻറ്റ് സംഭവിച്ച് തലക്ക് ക്ഷതേറ്റിട്ട് തളർന്ന് കിടക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ സഹോദരനുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്. ഒരു നിലക്കും ഇവർക്ക് ചികിത്സ മുൻപോട്ട് കൊണ്ടുപോകാനോ ഒന്നിനും ഒരു നിവൃത്തിയില്ല. അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്ത് ഈ മക്കളൊക്കെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടി ഇപ്പോൾ BA ഇംഗ്ലീഷിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ കുട്ടിയുടെ പഠനം പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ നമ്മളുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നൽകി കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുള്ളൂ. സ്വന്തമായിട്ടൊരു ഭൂമിയോ വീടോ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇവരുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുടുംബത്തെ ഏറ്റെടുക്കണം. ഇനി ഇവരെ പറ്റി കൂടുതൽ സലീംക്ക് നിങ്ങളോട് പറയുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ഷാജുക്കയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. 2 പെൺകുട്ടികളുമായി എന്ത് ചെയ്യണമെന്നറിയാതെ, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ തേങ്ങിക്കരയുന്ന ഒരു ഉമ്മ, അതുപോലെ തന്നെ ആ ഉമ്മക്ക് സമാധാനം വാക്കുകൊണ്ട് പോലും കൊടുക്കാൻ കഴിയാത്ത 2 പെൺകുട്ടികൾ. ഞങ്ങളിവിടെ വന്ന സമയം മുതൽ മനസ്സിലാക്കിയത് തന്നെ കരയാൻ പോലും ഇനി ത്രാണിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഈ 2 പെൺകുട്ടികളും ഉമ്മയുള്ളത്. ജീവിക്കാൻ ഒരു വഴിയില്ല, ചികിത്സിക്കാൻ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇനി നമ്മളിൽ മാത്രമാണ് പ്രതീക്ഷ. ഒരു കയറിക്കിടക്കാൻ ഒരു വീടില്ല. പണി തീരാത്ത അനിയൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. സഹായമനസ്കരായ എൻ്റെ എല്ലാ സഹോദരങ്ങളും ഈ കുടുംബത്തെ ഏറ്റെടുക്കണം. ആരും കൈവിടരുത്. ഈ 2 പെൺകുട്ടികളുടെ ഭാവിയും അവരുടെ പഠിപ്പും അതുപോലെ തന്നെ ഇവരുടെ ജീവിതം എല്ലാം ഇന്ന് വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലാണ്. ആരും തന്നെ കൈവിടരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തെ ഏറ്റെടുക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അത്രക്കും പരിതാപകരമായ ഒരവസ്ഥയിലാണ് ഈ കുടുംബങ്ങളെന്ന് അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ നാട്ടിലുള്ള ഒരു സഹോദരൻ ഉണ്ട്, അബു പുന്നൂർ. അദ്ദേഹം ഇവരെ കുറിച്ചിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. വളരെ വിഷമകരമായാണ് ഒരവസ്ഥകൾ. ഈ കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു രോഗശൈലിയിൽ കിടക്കുന്ന അദ്ദേഹത്തെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നുള്ള ഒരു രീതിയിലാണ്. എല്ലാവർക്കും ഈ കാര്യത്തിൽ വിഷമമുണ്ട്. അതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ആ കുടുംബത്തിന് അതൊരു രക്ഷയാവും. നിങ്ങളെല്ലാവരും കഴിച്ചാൽ കഴിയാവുന്നൊരു സഹായം അദ്ദേഹത്തിന് നൽകണം. തീർത്തും അർഹതപ്പെട്ട കുടുംബമാണ്. 110% അർഹതപ്പെട്ട കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് നിങ്ങൾ കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇവരുടെ അക്കൗണ്ട് നമ്പർ ഈ വീഡിയോയുടെ താഴെ ഞങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കഴിയുന്ന 100-200 രൂപ ഇട്ടുകൊടുത്ത് ഈ കുടുംബത്തെ, ഈ 2 പെൺമക്കളെ നമ്മൾ ഏറ്റെടുക്കണമെന്ന് നിങ്ങളോട് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും.